ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി കിച്ചൺ ടൂറാണ് കേട്ടോ. ഈ വീടിൻ്റെ വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കുക. കിടു വീടാണ്. അപ്പം ഇവിടുന്ന് നേരെ കാണുന്ന ഡോറാണ് കിച്ചണിലേക്കുള്ളത്. നമ്മൾ കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ ഡൈനിങ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിച്ചൺ നോക്കാം. വുഡിൻ്റെ ഡോറ് തന്നെയാണ് കിച്ചണിന് നൽകിയിട്ടുള്ളത്. ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ കടക്കുമ്പം ആദ്യം നമ്മുടെ കണ്ണിൽ പെടുന്നത് ഈ ഒരു ക്രോക്കറി യൂണിറ്റ് ആണ്. അടിപൊളിയായിട്ടാണ് ക്രോക്കറി വന്നിട്ടുള്ളത്. നല്ല ഭംഗിയിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്രോക്കറിക്ക് ഗ്ലാസ് ഡോർ നൽകി അതിനകത്ത് ലൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു ഭാഗത്ത് തന്നെ വലിയൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്താണ് ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ടും ധാരാളം സ്റ്റോറേജ് വരുന്നുണ്ട്. ഇത് ഹാൻഡിൽ ഫ്രീ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും കേട്ടോ. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പ് നോക്കാം. കൗണ്ടർ ടോപ്പിൽ നാനോ വൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് റാൻഡം ബോക്സ് ചെയ്തിട്ടുണ്ട്. WPCയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. സെൻട്രൽ പോർഷനിലായിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടും ധാരാളം സ്റ്റോറേജ് വരുന്നുണ്ട്. അപ്പം ഇവിടെ ലോവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ ബ്ലാക്ക് കളറാണ്. അതിന് മുകളിലായിട്ട് 2 ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു സ്റ്റോറേജിൽ ഒരു ഓപ്പൺ ഷെൽഫ് നൽകിയിട്ട് അതിനകത്തും ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതെല്ലാം നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് കിച്ചണിന്. ഇനി ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് വർക്കിംഗ് ഏരിയ പോലെ വന്നിട്ടുള്ളത്. ഇവിടെയാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ മുകൾ ഭാഗത്തും ധാരാളം സ്റ്റോറേജ് ചെയ്തിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ട് സ്ട്രിപ്പ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഒരു സിങ്കിന് ടാപ്പ് വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. ഫ്ലെക്സിബിൾ ആണ്. എല്ലാ ഭാഗത്തും നമുക്ക് കഴുകാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടാപ്പാണ്. അതുപോലെ ഈ ഒരു സിങ്കിൽ തന്നെ ഇങ്ങനെ ലിക്വിഡ് വെക്കാനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഫിൽറ്റർ വാട്ടർ ആണ്. ഇത് നല്ലൊരു അടിപൊളി സിങ്കാണ്. ഇനി ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. പാത്രം വെക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണ്. പിന്നെ വരുന്നത് ഈ ഒരു കൗണ്ടറിന് താഴെ വരുന്ന കബോർഡ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് തട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സ്റ്റാൻഡ് നൽകിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലും ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി സിങ്കിന് താഴെ വരുന്ന ഭാഗത്ത് ഇവിടെ ഫിൽറ്ററാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഉഡാനോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് തന്നെ ഈസി കുക്കും കൊടുത്തിട്ടുണ്ട്. സ്റ്റവിന് താഴെയായിട്ട് ഇവിടെ കട്ട്ലറി ബോക്സ് ചെയ്തിട്ടുണ്ട്.
ഈ ഭാഗത്ത് വരുന്ന അപ്പർ ക്യാബിനറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഈ കിച്ചൻ്റെ വിശേഷങ്ങൾ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.